ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന ബെൻസിൽ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിലെൻ്റെ മുതലാളി എന്നല്ലോ തലക്ക് പലങ്ങും തല്ലി. അതിന്റെ പകയാ ഞാൻ എന്റെ ബസ്സിൽ മുഴുവൻ സ്റ്റിക്കറാക്കി. ഓ അത് ശരി. അപ്പൊ താൻ ചെയ്യുന്ന പോക്കരി തരത്തിനൊക്കെ ഒരു പകയുണ്ട്. അങ്ങനെയല്ലേ സാറേ? പറഞ്ഞില്ലേ ഇതൊക്കെ ഓടിച്ച് കൊണ്ടുപോകണ്ടേ സാറേ? അതെ, നിയമലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് കട്ട് ചെയ്യും. വർത്തമാനമൊന്നും പറയല്ലേ? എന്നാ വേണമെങ്കിലും ചെയ്യാം. പകയൊക്കെ താൻ കൊണ്ടു നടന്നാൽ മതി. എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഒന്ന് പതുക്കെ പറയട, ആൾക്കാർ കേൾക്കും. പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഇവിടെ വേദൻ ഇയാളെ എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്താ ഉദ്ദേശം? ഇയാളെ എന്താ ഉദ്ദേശം? എന്താ ഒന്ന് പറ. അല്ലാതെ എന്താ ഞാൻ ചെയ്യണ്ടേ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ബസിന്റെ മുകളിൽ നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വലിച്ചു ചീന്തി കളയണം. മനസ്സിലായോ? അതിന് അനാവശ്യമായിട്ട് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ലൈറ്റുകൾ മാറ്റണം. അതാ ഞാൻ ഉദ്ദേശിച്ചത് സാറേ. അനധികൃതമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളും മാറ്റണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അതെ, അത് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇപ്പൊ നിയമം തെറ്റിച്ചതിനുള്ള പെറ്റി അങ്ങോട്ട് തരും, അങ്ങോട്ട് അടച്ചേക്കണം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഇവനൊക്കെ ഡ്രൈവറാണോ അതോ ഇനി വേറെ വല്ല കമ്പനിയുടെ വല്ല ഫാഷൻ പരേഡ് നടത്താൻ ഇറങ്ങിയതാണോ? ഒരു ഡ്രൈവർക്ക് ഒരു യൂണിഫോം ഉണ്ട്, അതിനെ മാനിക്കണം ആദ്യം. ഇത്തവണത്തേക്ക് ക്ഷമിക്കും, പിന്നെ ശരിയാക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമാണ്. സ്കൂളിൽ നിന്ന് നമ്മുടെ ടൂർ പോകണില്ലേ, നമ്മുടെ ബസ്സിൽ പോകാൻ പറ്റില്ല. അയ്യോ, എന്ത്? ഇവരിപ്പോ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നു പറയുക. അല്ല, അതെങ്ങനെയാണ് സാറേ? എന്താണ്? അത് മാഷാണ് നമ്മുടെ സ്കൂളിൽ ഇവിടുത്തെ ടൂർ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം കഴിഞ്ഞിട്ട്. രാത്രി 12 മണിക്കാണോ ടൂർ പോകണം? തീരുമാനിച്ചേക്കണം അങ്ങനെയാണ്? കൊണ്ടാലും പഠിക്കില്ല, അതുകൊണ്ട് പറഞ്ഞാ. ഇല്ല, ടൂർ 12 മണിക്കൊന്നുമല്ല, ഞങ്ങൾ രാത്രി യാത്രയില്ല. ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞില്ലേ സാറേ? എവിടെ ഒരു അപകടം ഉണ്ടായെന്ന് വിചാരിച്ച് കുട്ടികൾ ആരും ടൂർ പോകണ്ടെന്നാണോ? ജനങ്ങളാരും സഞ്ചരിക്കേണ്ടതാണോ? സുഹൃത്തെ, നിങ്ങൾ ടൂർ പോയിക്കോ, അത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള വണ്ടിയിൽ പോ. ഇതിൽ തന്നെ പോകണമെന്ന് വാശിയുണ്ടോ? ഇതിനിപ്പോ എന്താണ് സാറേ പ്രശ്നം? ഇതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വണ്ടിയിൽ പോയാ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കുട്ടികളും ഡ്രൈവറും ഒക്കെ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് തുള്ളിച്ചാടി പോകുമ്പോ എതിരെ വരുന്ന വണ്ടി ശ്രദ്ധിക്കില്ല, ഒരു ഓൺ അടിച്ചാൽ കേൾക്കില്ല. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിന് മുമ്പ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നായിരുന്നല്ലോ ഇതേപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ട്. എന്താ ആരും ചെക്ക് ചെയ്തില്ല? അല്ല, അതൊക്കെ വേണ്ടാണല്ലോ സാറേ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഡ്രൈവർമാരുടെ അനാസ്ഥയാണ്, അല്ലാതെ വണ്ടിക്കാരുടെ കുഴപ്പമൊന്നുമല്ല. അവരുടെ ഡ്രൈവ് ഹിസ്റ്ററി പരിശോധിക്കണം ആദ്യം. അവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് നോക്കണം, അവരുടെ സ്വഭാവം നോക്കണം, അവർ ലഹരി ഉപയോഗിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത് നോക്കണം. ഇതൊന്നും നോക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇത് വണ്ടിയുടെ ഈ പെയിന്റ് കളഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ അദ്ദേഹത്തിന് നിയമങ്ങളൊക്കെ അറിയാലോ. എനിക്കറിയാം സാറേ, ഞാനൊരു അധ്യാപകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്.